കുംഭക്കൂറിൽ ജനിച്ചവരുടെ, അതായത് 1201 ആണ്ട് ചിങ്ങമാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. അവിട്ടം നക്ഷത്രത്തിൻ്റെ അവസാന പകുതിയും ചതയം നക്ഷത്രവും പൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ചേർന്നതാണ് കുംഭക്കൂർ എന്ന് പറയുന്നത്. 17/8/2025 മുതൽ 16/9/2025 വരെയുള്ള ഒരു മാസ കാലഘട്ടത്തെ ഫലങ്ങളാണ് ഞാൻ പ്രവചിക്കുന്നത്. രോഗങ്ങളാൽ കഷ്ടത അനുഭവിക്കുന്നവർക്ക് രോഗങ്ങളിൽ നിന്നും ഏറെ ശാന്തി ലഭിക്കുന്ന ഒരു മാസമാണ് ചിങ്ങമാസം. ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ കുറയും. വിശേഷിച്ചും ഉദരരോഗത്താൽ കഷ്ടപ്പെടുന്നവർക്ക് ആശ്വാസം ലഭ്യമാകും. ധനം ധാരാളം ലഭിക്കുമെങ്കിലും ചെലവുകൾ കൂടാനുള്ള സാധ്യതയുണ്ട്. വിവാഹം കഴിഞ്ഞ ദമ്പതിമാർക്ക് സന്താനഭാഗ്യം ലഭിക്കുന്നു. നിങ്ങളുടെ ബന്ധുക്കൾ രോഗത്താൽ കഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അവർക്കും രോഗശാന്തി ലഭിക്കുന്നു. ഗുരുജനങ്ങളെ സന്ദർശിക്കുകയും അവരുടെ അനുഗ്രഹങ്ങൾ വാങ്ങാനും ഉള്ള ഭാഗ്യം ലഭിക്കുന്നു. ഉണങ്ങാത്ത മുറിവുകളും ചതവുകളും ഉപദ്രവം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവയിൽ നിന്നെല്ലാം സുഖം ലഭിക്കുന്നു. രക്തസംബന്ധമായ ദോഷങ്ങൾ വരുന്നതിനുള്ളൊരു സാധ്യത കാണുന്നു. ഹാർട്ടിന് പ്രശ്നം വരാനുള്ള സാധ്യത കാണുന്നു. കൊളസ്ട്രോളും മറ്റും കൂടാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകാം. അലർജി സംബന്ധമായ രോഗങ്ങൾ വരുന്നതിനും സാധ്യത കാണുന്നു. വാദസംബന്ധമായ രോഗമുള്ളവർ സൂക്ഷിക്കുക. മാനഹാനി വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. കാര്യങ്ങൾ വിജയമാകുമെങ്കിലും സൗഭാഗ്യങ്ങൾ ലഭിക്കുമെങ്കിലും എല്ലാത്തിനും ഒരു തടസ്സം കാണുന്നുണ്ട്. ഉദ്യോഗസ്ഥർക്ക് പ്രമോഷൻ കിട്ടേണ്ടത് ഏതെങ്കിലും കാരണവശാൽ തടഞ്ഞു വയ്ക്കാനുള്ള സാധ്യത കാണുന്നു. നാൽക്കാലി വളർത്തി ഉപജീവനം കഴിക്കുന്നവർക്ക് ഈ മാസം മെച്ചമൊന്നും വലുതായിട്ട് കാണുന്നില്ല. ചിലപ്പോൾ പുതിയ വീട്ടിൽ താമസിക്കാൻ ഭാഗ്യം നിങ്ങൾക്ക് കടാക്ഷിക്കാം. 7 ശനിക്കാലമാകയാൽ അതിൻ്റേതായിട്ടുള്ള പ്രയാസങ്ങൾ ചെറിയ രീതിയിൽ ഉണ്ടാകാം. ശനിയാഴ്ച ദിവസം നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ പോയി നവഗ്രഹ ദേവന്മാർക്ക് അർച്ചനകൾ ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും. കഴിയുമെങ്കിൽ നവഗ്രഹ ഹോമം ചെയ്യുന്നത് നല്ലതായിരിക്കും. ശ്രീ ധന്വന്തരി ഹോമമോ ശ്രീ മൃത്യുഞ്ജയ ഹോമമോ കഴിയുമെങ്കിൽ ചെയ്യുക. കഴിഞ്ഞില്ലെങ്കിൽ വ്യാഴാഴ്ച ദിവസം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ മഹാവിഷ്ണുവിനോ അല്ലെങ്കിൽ മഹാവിഷ്ണു അവതാരമൂർത്തി ക്ഷേത്രങ്ങളിലോ പോയി പ്രാർത്ഥിക്കുക. ദശാസന്ധികളും അപകാല ദശകളും കൂടി പരിശോധിച്ചാലേ കൃത്യമായ പ്രവചനങ്ങൾക്ക് സാധ്യമാകൂ. ഒരു വ്യക്തിക്കോ കുടുംബത്തിലെ മറ്റംഗങ്ങൾക്കോ നല്ല ദശാസന്ധിയാണ് നടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. മറിച്ചാണെങ്കിൽ മോശഗ്രഹങ്ങളുടെ ദശാസന്ധികളാണ് നടക്കുന്നതെങ്കിൽ മോശഫലങ്ങളായിരിക്കും കൂടുതൽ ലഭിക്കുക. ഒരു ജ്യോതിഷനെ കണ്ട് നിങ്ങളുടെ ജാതകം പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. അദ്ദേഹത്തിൻ്റെ അഭിപ്രായപ്രകാരം പൂജകൾ വല്ലതും ആവശ്യമാണെങ്കിൽ അത് പരിഹാര പൂജകൾ ചെയ്യാവുന്നതാണ്. നിങ്ങളാൽ കഴിയുന്നത് ചെയ്യുക. നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായോ വാസ്തുപരമായോ മുഹൂർത്തപരമായോ ഉള്ള പൂജാപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എൻ്റെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടുക. എല്ലാവർക്കും ഈ മലയാള പുതുവത്സര ആശംസകൾ നേരുന്നു. കൂടാതെ ഈ പൊന്നിൻ ഓണ ആശംസകളും നേരുന്നു. ഭഗവാൻ എല്ലാവർക്കും സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായുസ്സായുസ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.